വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ന്യൂഡൽഹിയിൽ നിന്നുള്ള റോയ് തോമസിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. മകൻ റോഷന് നല്ല ഒരു ജോലി അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള വസന്തയ്ക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. മകൾക്ക് അനുയോജ്യനായ ഒരു ജീവിത പങ്കാളിയെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലിക്കറ്റ് എന്നുള്ള വെൽവിഷക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ മൂത്ത സഹോദരൻ സോളമന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയിൽ സ്ഥിരമായൊരു ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 3 പേരെ അങ്ങ് അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ. ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും കൂടാതെ ബ്രദർ റാം ബാബു, അൻകിത് റാം ബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക. ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv. ഈ ആഴ്ചയിൽ ഈ വ്യാഴാഴ്ചയാണ് നമ്മുടെ ഹോളി സ്പിരിറ്റ് സിനഡ് ആരംഭിക്കുന്നത്. ഇതുവരെ നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ വന്നാൽ ആ സമയത്ത് പേരുകൾ രജിസ്റ്റർ ചെയ്യാം. മാത്രമല്ല, വൈകിട്ട് നടക്കുന്ന മീറ്റിങ്ങിന് രജിസ്ട്രേഷൻ ആവശ്യമില്ല. എനി വൺ ക്യാൻ അറ്റൻഡ്. ദാറ്റ്സ് എ പബ്ലിക് മീറ്റിംഗ്. ഇറ്റ്സ് എൻ ഓപ്പൺ മീറ്റിംഗ്. അവിടെ തീർച്ചയായും നിങ്ങൾ അവിടെ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പോകാം. God supplied manna and quail in the desert, in the wilderness, but every day they had more than enough. ദൈവം മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് മന്നയും കാടപക്ഷിയും നൽകി. എന്നാൽ എല്ലാ ദിവസവും അവർക്കത് ആവശ്യത്തിൽ കൂടുതലായിട്ടാണ് നൽകിയത്. Not just enough for breakfast and lunch and dinner. No. They had a lot of leftover. They could not use it up fully. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അത്യാവശ്യം വിശപ്പടക്കാൻ അല്ല അവർക്ക് കഴിച്ച് മതിയാകുവോളം അതിന്റെ ആവശ്യത്തിൽ കഴിഞ്ഞും അവർക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു. Jesus multiplied the bread and fish. യേശു അപ്പവും മീനും വർദ്ധിപ്പിച്ചു. The Bible says each time there were enough leftover. ഓരോ തവണയും അവിടെ ബാക്കി വന്നു. One time it was 12 basketfuls. ഒരു തവണ 12 കുട്ട നിറയെ ബാക്കി വന്നു. When there was a supernatural catch of fish, അവർ മത്സ്യക്കൂട്ടത്തെ ശിഷ്യന്മാർ പിടിച്ചപ്പോൾ the boats were about to sink. ആ ബോട്ട് മുങ്ങുമാറായി. So much, it was overloaded. The boats were overloaded with the catch of fish. ആ ഭയങ്കരമായ മീൻപിടുത്തം മൂലം മീനിന്റെ ബാഹുല്യ നിമിത്തം ആ വഞ്ചി മുങ്ങുന്നത് പോലെ മീൻ നിറഞ്ഞു. That much quantity Jesus supplied. അത്രയും എണ്ണമാണ്, അത്രയും നിറച്ചാണ് കർത്താവ് അവിടെ കരുതിയത്. ഇതൊക്കെ കുറേ നാളായി ഞാനും വായിച്ചിട്ടുണ്ട്. പാസ്റ്റർ ഇവിടെ കിടന്ന് തൊണ്ടകാറി പ്രസംഗിക്കണം ഞാൻ കേട്ടു. പക്ഷേ ബ്രദറെ, ഞങ്ങൾക്ക് ഒരു വ്യത്യാസമില്ല.
I have a reply for that. I have an answer for that. എനിക്കതിനൊരു ഉത്തരം നൽകാനുണ്ട്. If there is a thin season, a thick season is coming. ഒരു ശോഷിച്ച കാലഘട്ടം ഉണ്ടെങ്കിൽ ഒരു സമൃദ്ധിയുടെ കാലഘട്ടം വരുന്നുണ്ട്. Why? എന്താ? Because if there is a valley, there is a mountain or a hill coming up. ഒരു താഴ്വരയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതാ ഒരു മല, ഒരു പർവ്വതമുണ്ട്. If there is winter season, there is spring season also. ഒരു മഞ്ഞുകാലഘട്ടം ഉണ്ടെങ്കിൽ ഒരു വസന്തകാലവുമുണ്ട്. Hey, a spring season in your life is on the way. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വസന്തകാലം ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര നാൾ ബ്രദറെ കാത്തിരിക്കണം? കുറേ ആയി പ്രാർത്ഥിക്കുന്നു, കുറേ ആയി. I have an answer for that. എനിക്കൊരു ഉത്തരമുണ്ട്. God is a God of times and seasons. ദൈവം കാലത്തിന്റെ സമയത്തിന്റെ കാലഗതിയുടെയും ദൈവമാണ്. It is in His discretion, it is in His sovereignty, it is in His authority. No one can change it. അത് തൻ്റെ സർവാധികാരത്തിൽ, തൻ്റെ അധികാരത്തിൽ, പരമാധികാരത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. ആർക്കും അതിനെ മാറ്റിമറിക്കാൻ കഴിയുകയില്ല. I cannot influence Him and change it. He has set His days and set His times and set His seasons. ദൈവം ഒരിക്കലും എനിക്ക് അതിനെ സ്വാധീനിക്കുവാൻ കഴിയുകയില്ല. ദൈവം അതിൻ്റെ സമയവും തീയതിയും അതിൻ്റെ കാലഘട്ടവും നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. Matthew chapter 24. മത്തായി സുവിശേഷം 24. Jesus and His disciples are talking. യേശു തന്റെ ശിഷ്യന്മാരെ സംസാരിക്കുകയാണ്. Jesus said, there will come an end time. ഇവിടെ ഒരു അന്ത്യകാലഘട്ടം വരുമെന്ന്. Restoration of Israel. ഇസ്രായേലിലെ Restoration of the temple. ദേവാലയം പണിയപ്പെടും. So many things will happen. നിരവധി കാര്യങ്ങൾ നടക്കും. And the Son of God will come back. മനുഷ്യപുത്രൻ വീണ്ടും കടന്നു വരും. You'll come again? ഓ, വീണ്ടും വരുമോ? You're going to come again? ഓ, യേശു നീ വീണ്ടും വരുമോ? Give us the date. അന്ന് ഡേറ്റ് ഒന്ന് പറ. We will mark it. ഞങ്ങൾ എഴുതി And വെക്കാം. we will ready. ഞങ്ങൾ റെഡി ആയിട്ടിരിക്കാം. And Jesus said, യേശു പറഞ്ഞു, the Father has set the time and date. പിതാവ് ആ ഡേറ്റും സമയവും കുറിച്ചു വെച്ചിട്ടുണ്ട്. Even I cannot change it. എനിക്ക് പോലും അത് മാറ്റുവാൻ കഴിയില്ല. I don't interfere with Him. ഞാൻ അതിൽ ഇടപെടുന്നില്ല. It is His decision. അത് പിതാവിന്റെ We തീരുമാനമാണ്. just yield. ഞാൻ അതിന് കീഴ്പ്പെടുന്നു. Say hallelujah. ഹല്ലേലൂയ. So this is the way it works. അത് ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. So our duty is to expect and wait for the time to come. And during the waiting period, never murmur, never mumble, never grumble, never speak against God, never complain, never become a complaint box. നമ്മളുടെ കർത്തവ്യം എന്നത് ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ കാത്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കലും പിറുപിറുക്കരുത്, ഒരിക്കലും കുശുകുശുക്കരുത്. ദൈവത്തിനെതിരെ ഒരിക്കലും നിങ്ങൾ കംപ്ലൈന്റ് പറയരുത്. If He said, He will do. അവൻ പറഞ്ഞെങ്കിൽ അവൻ പ്രവർത്തിക്കും. It will come. അത് വരും. The day will come. ആ ദിവസം വരും. Day will come. ആ ദിവസം വരും. It will come very soon, I believe. ഞാൻ വിശ്വസിക്കുന്നത് പെട്ടെന്ന് വരും. But first of all, believe that our God is a supernatural God. എന്നാൽ ആദ്യം മനസ്സിലാക്കുക, വിശ്വസിക്കുക, നമ്മുടെ ദൈവം പ്രകൃത്യാതീതനായ ഒരു ദൈവമാണ്. And I'm a super kid. ഞാൻ ഒരു പ്രകൃത്യാതീതനായ വ്യക്തിയാണ്. Hallelujah. ഹല്ലേലൂയ. I'm a superman. ഞാനൊരു സൂപ്പർമാനാണ്. Because the Spirit of God is on me. കാരണം ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. Hallelujah. ഹല്ലേലൂയ. Believe it or not, there is a principle in the Bible which says God can open supernatural ways to pay off your debts. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വചനത്തിലൊരു തത്വമുണ്ട്. ദൈവത്തിന് നിങ്ങളുടെ കടങ്ങളെ വീട്ടി തീർക്കുവാൻ പ്രകൃത്യാതീതമായ വഴികളെ തുറക്കുവാൻ കഴിയും. Very simple, because our God is a supernatural God. അത് വളരെ ലളിതമാണ്. കാരണം എന്താണ്? നമ്മുടെ ദൈവം പ്രകൃത്യാതീതനായ ഒരു ദൈവമാണ്. If you believe it, you will see it. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ അത് കാണാൻ പോവുകയാണ്. God can do miraculous debt cancellations. ദൈവത്തിന് അത്ഭുതകരമായി കടങ്ങളെ എഴുതിത്തള്ളുവാൻ കഴിയും. God can do debt cancellation two ways. Number one, natural way,
Number 2, supernatural. ദൈവത്തിന് രണ്ട് രീതിയിൽ നിങ്ങളുടെ കടങ്ങളെ വീട്ടിത്തീർക്കുവാൻ കഴിയും. ഒന്ന് സാധാരണ രീതിയിൽ, രണ്ടാമത് പ്രകൃത്യാതീതമായി അസാധാരണമായ രീതിയിൽ അത് കഴിയും. Both ways we are okay. രണ്ട് രീതികളും പ്രവർത്തിക്കും. When you read 2 Kings chapter number 4, നമ്മൾ 2 രാജാക്കന്മാർ 4-ാം അധ്യായം വായിക്കുമ്പോൾ first 7 verses, ആദ്യത്തെ 7 വചനങ്ങൾ, a wonderful story of prophet Elisha helping a disciple's widow. ഇവിടെ ഇതാ എലീശ പ്രവാചകൻ തൻ്റെ ഒരു ശിഷ്യന്റെ വിധവയായ ഭാര്യയെ സഹായിക്കുന്ന ഒരു കഥയാണത്. At that time she was a widow. അവൾ ആ സമയത്ത് ഒരു വിധവയായിരുന്നു. She had a husband. അവൾക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. And her husband was a man of God. He was a minister. He was a servant of the Lord. തൻ്റെ ഭർത്താവ് ഒരു ദൈവപുരുഷനായിരുന്നു, ഒരു പ്രവാചകനായിരുന്നു, ദൈവഭൃത്യനായിരുന്നു. But suddenly he died, എന്നാൽ പെട്ടെന്ന് അദ്ദേഹം മരിച്ചുപോയി, leaving the widow and her sons behind. തൻ്റെ ഭാര്യയെ വിധവാക്കിക്കൊണ്ട് തൻ്റെ മകനെ ഉപേക്ഷിച്ച് താൻ കടന്നുപോയി. Not only that, after the death, they were in debts. മാത്രമല്ല തൻ്റെ മരണത്തിന് ശേഷം ഇവർ വലിയൊരു കടക്കെണിയിലായി. And the people were trying to catch these children and take them away. ആളുകൾ കടം കൊടുത്തവർ തൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുപോകാൻ ഇതാ വന്നിരിക്കുന്നു. Because that was a system in those days. അന്നത്തെ രീതി അതായിരുന്നു. If one person is not able to pay off the debts, the enemy or the lender would come and take the sons away and make them slaves. കടം വാങ്ങിച്ച വ്യക്തിക്ക് തിരികെ കൊടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ കടം കൊടുത്തവർ വന്നിട്ട് തന്റെ മക്കളെ പിടിച്ച് അടിമകളാക്കി കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായം അന്നുണ്ടായിരുന്നു. And they were trying to take these sons away. ഇതാ തന്റെ മക്കളെ പുത്രന്മാരെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. And the lady started crying. ഈ മകൾ കരയാൻ തുടങ്ങി. She came to prophet Elisha. അവൾ പ്രവാചകന്റെ അടുക്കൽ, എലീശ പ്രവാചകന്റെ അടുക്കൽ വന്നു. The Holy Spirit tells me in my spirit to tell you that as I'm describing this story, there will be supernatural debt cancellation happening to some of you. പരിശുദ്ധാത്മ വളരെ ശക്തമായി എൻ്റെ ആത്മാവിൽ ഇപ്പോൾ പറയുന്നു. ഞാൻ ഈ കഥ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ചില കടങ്ങളെ അത്ഭുതകരമായി കർത്താവ് എഴുതി തള്ളാൻ പോവുകയാണ്. This lady rushed to the man of God. ഇതാ ഈ സ്ത്രീ പ്രവാചകന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. Then the man of God asked her, "What do you have at home?" ഈ ദൈവപുരുഷൻ ഇപ്രകാരം ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്താണ് ഉള്ളത്? She said, "I have only a little oil in a jar." എൻ്റെ വീട്ടിൽ ഒരു ഭരണിയിൽ അല്പം എണ്ണ മാത്രമേ ഉള്ളൂ. Then the man of God said, "Do one thing. നീ ഒരു കാര്യം ചെയ്യുക. You ask your sons to go to your neighborhood and ask for a lot of vessels, utensils." നീ നിന്റെ മക്കളോട് പറഞ്ഞിട്ട് അയൽപ്പക്കത്തെല്ലാം പോയി ഒഴിഞ്ഞ പാത്രങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. And she obeyed. അവൾ അനുസരിച്ചു. Then he asked the lady to close the door and pour the oil into all the pots. നിങ്ങൾ അകത്ത് കയറി വാതിലടച്ച് ഈ പാത്രങ്ങളിലേക്കെല്ലാം എണ്ണ പകരുവാനായിട്ട് പ്രവാചകൻ പറഞ്ഞു. And she started doing that. അവൾ അത് ചെയ്യാൻ തുടങ്ങി. This is recorded in your Bible. നിങ്ങളുടെ ബൈബിളിലുള്ള കഥയാണ്. And as she started pouring, അവൾ ഈ എണ്ണ ഉള്ളത് ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ it was not stopping. അതിങ്ങനെ നിൽക്കുന്നില്ല, എണ്ണ വന്നുകൊണ്ടിരിക്കുകയാണ്. One vessel full, ഒരു പാത്രം നിറഞ്ഞു, the other vessel full, അടുത്ത പാത്രം നിറഞ്ഞു, the other vessel full, അടുത്ത പാത്രവും നിറഞ്ഞു, the other vessel full, അടുത്ത പാത്രം നിറഞ്ഞു. still there is oil. ഇത് വീണ്ടും അതിൽ എണ്ണയുണ്ടല്ലോ. Next one, അടുത്ത പാത്രം, next one, അടുത്ത പാത്രം, next one, അടുത്ത പാത്രം, next one, അടുത്ത പാത്രം, next one, അടുത്തത്, 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 next one, അടുത്തത്. Any more vessels? ഇനി പാത്രങ്ങളെല്ലാം ഉണ്ടോ? The son said, "No, mommy, no." മോൻ പറഞ്ഞു, ഇല്ല മമ്മി, തീർന്നു പോയി. Because we have already collected all the vessels from all the neighbors. കാരണം നമ്മൾ അയൽപ്പക്കത്തുള്ള എല്ലാ പാത്രങ്ങളും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. This lady was excited. I don't know what to do now. ഇപ്പോൾ ഇവൾക്ക് വളരെ ആവേശമായി. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും? She went back to the man of God. ദൈവപുരുഷന്റെ അടുക്കലേക്ക് മടങ്ങി ചെന്നു. The man of God said, അവൻ പറഞ്ഞു, "Now sell the oil, pay off all the debts, and with the rest you live." നീ ഇപ്പോൾ ഉള്ള എണ്ണ, ആ പാത്രങ്ങളുള്ള എണ്ണയെല്ലാം നീ വിറ്റ് നീ കടമെല്ലാം വീട്ടി ബാക്കിയുള്ളത് കൊണ്ട് നീ ജീവിതകാലം മുഴുവൻ ജീവിക്കുക. Within 1 hour, she became
the greatest, the biggest oil merchant in the country. ഒരൊറ്റ മണിക്കൂറിനകത്ത് ആ രാജ്യത്തിലെ ഏറ്റവും വലിയ എണ്ണ വ്യാപാരിയായിട്ട് അവൾ മാറി. We are serving the same God. അതേ ദൈവത്തിനെയാണ് നാം സേവിക്കുന്നത്. The New Testament God is the Old Testament God. The Old Testament God is the New Testament God, and He is our God. ആ പഴയ നിയമത്തിലുള്ള ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലുള്ള ദൈവം. പുതിയ നിയമത്തിലുള്ളത് തന്നെയാണ് പഴയ നിയമത്തിലുള്ള ദൈവം. ആ ദൈവത്തെയാണ് നാം ഇന്ന് സേവിക്കുന്നതും. So He can repeat the miracle for us. അവന് ഈ അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ആവർത്തിക്കുവാൻ കഴിയും. Maybe in a modern way. എന്നാൽ ഇന്നത്തെ രീതിയിലായിരിക്കും ഒരുപക്ഷെ. I don't know what way. ഏത് രീതിയാണെന്ന് എനിക്കതറിയില്ല. The way is not a question. He has ways. ഏത് വഴിയാണെന്നുള്ളതല്ല ചോദ്യം, അവന് വഴി ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. How part is not our part. എങ്ങനെയെന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല. That is His part. അത് His ദൈവത്തിന്റെ കാര്യമാണ്. But the things will be done. കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. I prophesy over you. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. If you are in struggle today, നിങ്ങൾ ഇന്നൊരു I ബുദ്ധിമുട്ടിലാണെങ്കിൽ just want to introduce this supernatural dad to you. ഈ പ്രകൃത്യാതീതനായ പിതാവിനെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നു. Hallelujah. Hallelujah. He's a more than enough God. അവൻ ആവശ്യത്തെക്കാൾ കൂടുതൽ നൽകുന്ന പിതാവാണ്. He can spread pipelines to your homes so that He can supply in a more than enough way. ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് പൈപ്പ് ലൈനുകളെ ഇട്ടുകൊണ്ട് നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ നൽകുവാൻ കഴിവുള്ള പിതാവാണവൻ. Clap your hands and shout hallelujah. കരങ്ങളെ ചേർത്തടിച്ച് ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞ് യേശുവിനെ നമുക്ക് ആരാധിക്കാം. God blessed this lady up to her capacity to handle the flow. ദൈവം അവൾക്ക് ഉണ്ടായ അനുഗ്രഹത്തെ കൈകാര്യം ചെയ്യുവാനുള്ള പ്രാപ്തി ഉള്ള അത്രയും കർത്താവ് അവളെ അനുഗ്രഹിച്ചു. Because the son said, "Mommy, we don't have any more vessels." കാരണം മകൻ പറഞ്ഞു, അമ്മേ ഇനി നമുക്ക് പാത്രമൊന്നും കാലിയായിട്ടില്ല. That was her handling capacity. അതായിരുന്നു അവളുടെ കാര്യശേഷി എന്നുള്ളത്. Had she more vessels, there would be more and more flow. കൂടുതൽ പാത്രങ്ങൾ അവർ കൊണ്ടുവന്നിരുന്നെങ്കിൽ കൂടുതൽ എണ്ണ പകരപ്പെടുമായിരുന്നു, കൂടുതൽ എണ്ണ ലഭിച്ചാനെ. The oil flow stopped because of the lack of vessels. പാത്രങ്ങളുടെ ദൗർലഭ്യ നിമിത്തം എണ്ണയുടെ പകർച്ച നിന്നു. Say hallelujah. ഒരു ഹല്ലേലൂയ. Lay your right hand on your head നിങ്ങളുടെ വലത് കരം നിങ്ങളുടെ ശിരസിൽ വെച്ചാലും and speak to God, Lord, increase my capacity. കർത്താവിനോട് സംസാരിച്ച്, കർത്താവേ എൻ്റെ ശേഷി ഒന്ന് വർദ്ധിപ്പിക്കണമേ, കഴിവിനെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. Yes. ഹല്ലേലൂയ. Say hallelujah. ഹല്ലേലൂയ. The same God is working today here. അതേ ദൈവം ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. But always proclaim this God as your source. എന്നാൽ എപ്പോഴും ഈ ദൈവത്തെ നിങ്ങളുടെ നന്മകളുടെ ഉറവിടമായി പ്രഖ്യാപിക്കുക. I prophesy under the anointing of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് കീഴിൽ നിന്ന് ഞാൻ പ്രവചിക്കുന്നു. Supernatural prosperity is on the way into your life. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകൃത്യാതീതമായ അത്ഭുതകരമായ അഭിവൃദ്ധി വന്നുകൊണ്ടിരിക്കുകയാണ്. He can open the heavenly floodgates. അവൻ സ്വർഗീയ കവാടങ്ങളെ തുറന്ന് so that you will not have any more room to keep the blessings that is flowing down. ഒഴുകുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് സ്ഥലം പോരാതെ വണ്ണം. Hallelujah. Hallelujah. Lift up your hands and receive that inflow. ആ രണ്ട് കരങ്ങളെ നിങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ കർത്താവിന്റെ പകർച്ചയൊന്ന് സ്വീകരിച്ചാലും. Hallelujah. ഹല്ലേലൂയ. The hands of the angels are just pulling the floodgates, the shutters of the floodgates, so that immense blessings, abundant blessings are coming down, showering down, pouring down upon you. സ്വർഗീയ ദൂതന്മാർ കടന്നു വന്ന് ആ സ്വർഗത്തിന്റെ ഭണ്ഡാരത്തിന്റെ അവന്റെ കളപ്പുരയുടെ വലിയ ആ വാതിലുകൾ വലിച്ചു തുറക്കുകയാണ്, നിന്റെ സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കുവാൻ. ഈ സഹോദരൻ്റെ പേര് സുനിൽ എന്നാണ്.
ഇത് തൻ്റെ ഭാര്യ കുഞ്ഞുമോൾ. ഇവർ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന വ്യക്തികളാണ്. ഈ സഹോദരിയാണ് ആദ്യമായിട്ട് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം യാദൃച്ഛികമായി കാണാനിടയായതാണ്. സംഭവിച്ച കാര്യം ഇതാണ്. ഈ സഹോദരന് വയറിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇടയ്ക്കിടയ്ക്ക് വളരെയധികം വേദന വരുമായിരുന്നു. മാത്രമല്ല, വേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. വേദന കൂടിയ ശേഷം ഈ സഹോദരൻ അവിടെ ചെയ്യുന്നത് തോർത്ത് വെച്ച് വലിച്ച് ഭാഗത്ത് ഇവിടെ ഈ ഭാഗത്താണ് ഈ ഭാഗത്ത് ആ ചെയ്യുന്ന പരിപാടി എന്താ? തോർത്ത് വെച്ച് വലിച്ചു പൊറുക്കും. എന്നാലും നിൽക്കുള്ളൂ. ഭയങ്കര വേദന എന്ന് പറയും. ഭയങ്കര വേദന. സഹോദരൻ ഇങ്ങനെ പറയുന്നത് വെയിറ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്ക് വളരെയധികം വേദന വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പോകും, മരുന്ന് മേടിക്കും, തിരിച്ചു വരും. സംഭവിച്ച കാര്യം ഇതാണ്. കുറച്ച് നാൾക്ക് മുൻപ് താൻ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ താൻ വേദനയായിട്ട് കിടക്കുകയായിരുന്നു. ഈ സഹോദരന് ഇങ്ങനെ പറഞ്ഞത് തനിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. വിശ്വാസമൊന്നും ഉണ്ടായില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ സഹോദരൻ അങ്ങനെ പറയുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ പൈസ കൊടുത്തിട്ടുള്ള പരിപാടിയാണ്, പൈസ കൊടുത്തിട്ട് പറയുന്നതാണെന്ന് പറഞ്ഞു. ഈ സാക്ഷ്യം പറയുന്നവർക്കല്ല കാശ് കൊടുത്തിട്ട് വന്ന് പറയിപ്പിക്കാനാണ്. അത് എൻ്റെ പല കൂട്ടുകാർ പണിക്ക് പോകുമ്പോൾ അവർ പറയും, ഞാൻ അങ്ങനെ പറയും, ഇത് ഇന്നോല്ല സംഭവമൊക്കെ അതൊക്കെ ചുമ്മാ നടക്കണ, പൈസ കൊടുത്തിട്ട് ഓരോരുത്തർ ആളെ വിളിച്ച് അങ്ങനെ ചെയ്യിപ്പിക്കണമെന്ന് പറയും. അതുകൊണ്ട് അങ്ങനെ ഞാനും ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഇന്നിപ്പോൾ ആരെങ്കിലും കാശ് തന്നോ? ഇല്ല. ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വേദനയായിട്ട് കിടക്കുമ്പോഴാണ് ഈ സഹോദരി ഈ TV പ്രോഗ്രാം വെച്ച് കാണുന്നത്. സഹോദരൻ അടുത്ത് തന്നെ കട്ടിലിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ വയറിന് വേദനയുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സഹോദരൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിലും അതിലേക്ക് അധികം ശ്രദ്ധ ഒന്നും കൊടുക്കുന്നില്ല. അത്ഭുതം എന്ന് പറയട്ടെ, ആ പ്രാർത്ഥന താൻ കേട്ടു. അതിനുശേഷം ആ വേദന തന്റെ മേൽ നിന്ന് മാറിപ്പോയെന്നാ പറയുന്നത്. തന്നെ യേശു സൗഖ്യമാക്കി. യേശുവിൽ തനിക്കിപ്പോൾ പൂർണ്ണ വിശ്വാസം ഉണ്ടെന്നാ താനിപ്പോൾ പറയുന്നത്. ഈ ഭാര്യയോടൊന്നും ചോദിക്കട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ? വയറുവേദന വരുമായിരുന്നു, നമ്മളാണോ കൊണ്ടുപോകുന്നത്? നമ്മൾ കൊണ്ടുപോകും, ഇഞ്ചക്ഷൻ എടുപ്പിക്കും, തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ എത്ര നാളുണ്ടായിരുന്നു ഇത്? 4 വർഷമായി. 4 വർഷം ഉണ്ടായിരുന്നു. എന്താ അതിന്റെ കാരണം എന്ന് കണ്ടുപിടിച്ചോ? ഗ്യാസിന്റെ എന്തോ പ്രോബ്ലം ആണ്, ഗ്യാസ് ഫോർമേഷന്റെ പ്രശ്നങ്ങളാണെന്ന് പറയുന്നത്. പക്ഷെ അത് ഇത്രയും ഭീകരമാണോ? ആയിരുന്നു. അതിനുശേഷം ഈ സൗഖ്യം കിട്ടിയെന്ന് പറയുന്നത് ശരിയാണോ? സത്യവാദം. എത്ര നാളായി കാണും സൗഖ്യം കിട്ടിയിട്ട്? 1 വർഷം കഴിഞ്ഞു. 1 വർഷമായോ സൗഖ്യം കിട്ടിയിട്ട്? ഈ 1 വർഷമായിട്ട് ഇത് വന്നിട്ടില്ല? വന്നിട്ടേ ഇല്ല ഒരു സംഭവം. ഇപ്പോൾ യേശുവിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ? വിശ്വാസമുണ്ട്. എന്തുകൊണ്ടാ? സാർ ഇങ്ങനെ പറഞ്ഞു, ഈ വയറിൻ്റെ ഇടയ്ക്ക് വേദനയുള്ള ഒരു വ്യക്തിയെ ദൈവം സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. എനിക്കത്ര ഇതൊന്നും തോന്നിയില്ല. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു അത് കുഴപ്പമില്ല, എന്തോ മാറിയ മട്ട്. പിന്നെ ഞാൻ പയ്യ അത് ഇതൊക്കെ ഒന്ന് എടുത്തു നോക്കി. നേരെ അത് ഉണ്ടാവുന്നില്ല. പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് പോയി. ഇവിടെ നമ്മുടെ വിശ്വാസ പ്രമാണമൊക്കെ തിരിച്ചെഴുതണമെന്നാണ് തോന്നുന്നത്. വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് സൗഖ്യം കിട്ടി, അപ്പോൾ എന്ത് ചെയ്യും? നമ്മളൊക്കെ പറയുന്നത് വിശ്വസിച്ചാൽ മതി, വിശ്വസിച്ചാൽ മതി, വിശ്വസിച്ചാൽ മതി. ഇത് വിശ്വാസമില്ലാത്ത ഒരാൾക്ക് സൗഖ്യം കിട്ടി. കൈകളൊന്ന് ഉയർത്തി കർത്താവിന് നന്ദി പറയാം. ഈ കുടുംബത്തിൽ കർത്താവ് ചെയ്ത, ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്ത അത്ഭുതത്തിനായി നന്ദി. വിശ്വാസം ഉണ്ടായിട്ടല്ല, പക്ഷെ നീ കരുണ കാണിച്ചു. ഇന്ന് താനൊരു വിശ്വാസിയായി മാറിയല്ലോ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാവരും ചേർന്ന് ആമേൻ പറയാം. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ബ്ലെസ്സിംഗ് ടുഡേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങ് സ്പർശിക്കണമേ. അവർ ലോകത്തിൽ എവിടെ ഇരുന്ന് കാണുന്നെങ്കിലും, ഏത് മാധ്യമത്തിലൂടെ കാണുന്നെങ്കിലും, ഒരുപക്ഷെ ഒരു ഹോസ്പിറ്റലാകാം, യാത്രയിലാകാം, ഭവനത്തിലാകാം, ഓഫീസിലാകാം, ഏതെങ്കിലും ഒരു മൊബൈൽ ഡിവൈസിലാകാം, കർത്താവെ അങ്ങയുടെ നാമത്തിൽ ഈ സമയം തന്നെ അങ്ങയുടെ ആത്മാവ് പ്രവർത്തിക്കണമേ. പുകവലിയിൽ നിന്നും പുറത്തു വരാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ, അതുപോലെ എന്തൊക്കെയോ മറ്റുള്ള ലഹരി വസ്തുക്കൾ നാവിൻ്റെ അടിയിൽ വയ്ക്കുകയോ ഇഞ്ചക്ഷൻ ചെയ്യുന്നതോ വടവൾ, യേശുവിൻ്റെ നാമത്തിൽ ഐ ബ്രേക്ക് ദോസ് അഡിക്ഷൻസ് റൈറ്റ് നൗ. പാപത്തിൻ്റെ എല്ലാ ജീവിതവും ഉപേക്ഷിച്ച് യേശു എന്ന രക്ഷകൻ്റെ പിന്നാലെ ജീവിക്കുവാൻ ഒരു തീരുമാനം ഇപ്പോൾ കൈക്കൊള്ളുക. അതുപോലെ ബ്രസ്റ്റിൽ ലംപുള്ള മുഴയുള്ളൊരു സഹോദരിയെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. അതുപോലെ തലച്ചോറിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. അലർജികൾ മാറിപ്പോകട്ടെ. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അതുപോലെ പൈൽസ് രോഗം, ബ്ലീഡിംഗ് ഉള്ള
ആ രോഗം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. 2 കൈകളും ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും, മനോഭാരം എന്താണെങ്കിലും, ക്രൈസിസ് എന്താണെങ്കിലും ഇപ്പോൾ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഏത് വിഷയത്തിലും കർത്താവ് നിൻ്റെ ആർദ്ര കരുണയാൽ ഒരു വലിയ വിടുതൽ അങ്ങ് കൽപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, ഓരോരുത്തരുടെ ആവശ്യത്തിനും കർത്താവ് വിടുതൽ കൽപ്പിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ദൈവപ്രസാദം ദ ഫേവർ ഓഫ് ഗോഡ് എന്ന ആ പുസ്തകം, ഏറ്റവും അവസാനമായി റിലീസ് ചെയ്ത ആ പുസ്തകം ഇതുവരെ കിട്ടിയിട്ടില്ലാത്തവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. വെബ്സൈറ്റ് സന്ദർശിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഓൺലൈനായി കരസ്ഥമാക്കാൻ നമ്മുടെ അടുത്ത പുസ്തകം ബ്രേക്കിംഗ് ബാരിയേഴ്സ്, തടസ്സങ്ങളെ തകർക്കുക എന്നുള്ള പുസ്തകം ഈ വ്യാഴാഴ്ച മുതൽ നടക്കുന്ന ഹോളി സ്പിരിറ്റ് സിനഡിൽ വെച്ചായിരിക്കും റിലീസ് ചെയ്യപ്പെടുക. അതിൻ്റെ പ്രീ ബുക്കിംഗ് പോസിബിളാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഹോളി സ്പിരിറ്റ് സിനഡിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ വന്ന് വ്യക്തിപരമായി ഞാൻ ക്ഷണിക്കുകയാണ്. പ്ലീസ് ഡു കം. ആ മീറ്റിങ്ങിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി, വന്നെത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ വരണം. പകൽ നടക്കുന്ന മീറ്റിങ്ങുകളിൽ രജിസ്ട്രേഷൻ ആവശ്യമാണ്. ഇതുവരെ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നോ പ്രോബ്ലം. നിങ്ങൾക്ക് അന്ന് അവിടെ വന്നാൽ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. രാവിലെ തന്നെ എത്തിച്ചേരുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.